ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ഈ അൽത്താരയിലേക്ക് നോക്കാം. ഇതാ 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായ കർത്താവ് ഇറങ്ങി വരും നിമിഷം. മോളെ, യേശു ഈ അൽത്താരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, മോനെ, നിൻ്റെ കർത്താവ് ഈ അൽത്താരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും വേദനകളെയൊക്കെ ഇങ്ങനെ തുറന്നു വയ്ക്കുക. എന്നിട്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരാൻ പറ. എൻ്റെ സങ്കടങ്ങളിലേക്കും എൻ്റെ നൊമ്പരങ്ങളിലേക്കെല്ലാം ഇറങ്ങി വരാൻ പറ. ആരാധനയുടെ ഗാനം ആലപിക്കുമ്പോൾ ദിവികാരണീശോ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും. വിശ്വാസത്തോടെ ഈശോയെ വിളിക്കാം. ഇത്തിരി സ്നേഹത്തോടെ കർത്താവിനെ ജീവിതത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണമേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണു തുറന്ന് എല്ലാ മക്കളും ദിവ്യഗാനത്തിലേക്ക് നോക്കട്ടെ. സങ്കീർത്തകൻ 57-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് എന്നെ രക്ഷിക്കും. സങ്കീർത്തകന്റെ വലിയൊരു ബോധ്യം സങ്കീർത്തകൻ പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ഇതാ മക്കളെ, അത്യുന്നതനായ ദൈവം ഇത് ഈ അൽത്താരയിൽ ഇറങ്ങി നിൽക്കുന്ന നിമിഷം. സങ്കീർത്തകൻ പറഞ്ഞു, ഞാൻ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ തന്നെ. നോക്കിക്കേ, സങ്കീർത്തകൻ പറഞ്ഞ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ തന്നെയാണ് വിളിക്കുന്നത്. ഏതെങ്കിലും ചില കാര്യങ്ങൾ മാത്രമല്ല, ഏതെങ്കിലും ജീവിത പ്രശ്നങ്ങളിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ പ്രശ്നങ്ങളിലും, എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ രോഗങ്ങളിലും ഒരുപോലെ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തെയാണ്, അത്യുന്നതനായ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കാണ്,
അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് എന്നെ രക്ഷിക്കുമെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. ഇതാ മക്കളെ, സ്വർഗത്തിൻ്റെ സഹായമാണ് ഈ ദിവ്യകാരുണ്യം. സ്വർഗം തന്നെയാണ് ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നിന്നെ സഹായിക്കാനാ മോളെ, നിന്നെ സഹായിക്കാനാ മോനെ, നിന്നെ സഹായിക്കാനാ. അതിനായിട്ടല്ലേ സ്വർഗം വിട്ട് ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? നമ്മെ വീണ്ടെടുക്കാനല്ലേ. നമ്മുടെ വീണ്ടെടുപ്പ് നമുക്ക് അസാധ്യമായപ്പോ ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മെ വീണ്ടെടുക്കാനല്ലേ. നമുക്ക് അസാധ്യമായത് നമുക്ക് സാധ്യമാക്കി തരാനല്ലേ. അങ്ങനെങ്കിൽ വിശ്വസിക്ക്, ഇതാ സക്രാരിയിൽ നിന്നും ഈ അൾത്താരയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈശോ നിന്നെ സഹായിക്കാനാ, നിന്റെ വേദനകൾ ഏറ്റെടുക്കാനാണ്, നിന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കാനാണ് ഈ അൾത്താരയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ആ കർത്താവ് ഇതാ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. നിന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കെല്ലാം ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. ഈശോയെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഈശോയ്ക്ക് ഒരുമിച്ച് മഹത്വം കൊടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് മുട്ടുകുത്തിയോ ഇരുന്നൊക്കെ നിങ്ങൾക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണാം. സങ്കീർത്തനം 56 8-ാമത്തെ വചനം ഹൃദയത്തിൽ എഴുതിയിടണം മക്കളെ. സങ്കീർത്തനം 56 8. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിനെ പറയാണ്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിന് സമാധാനം വരാൻ, സ്വസ്ഥതയുണ്ടാകാൻ ഇതുപോലെ ഞാൻ ഇന്നോളം അലഞ്ഞത്. മോനെ, നീ എന്തിനൊക്കെ വേണ്ടിയാ അലഞ്ഞത്? നീ ആരുടെയൊക്കെ പിന്നാലെ അലഞ്ഞത്? നീ എന്തിനു വേണ്ടിയാ അനേകരുടെ മുമ്പിൽ കൈനീട്ടിയത്? അനേകരുടെ മുമ്പിൽ എളിമപ്പെട്ട് നിന്നത്? അദ്ദേഹം പറഞ്ഞു കേട്ടെ, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ടെന്ന്. ചികിത്സിക്കാനുള്ള കാശിന് വേണ്ടി നീ അലഞ്ഞിട്ടില്ലേ? മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നീ വല്ലാതെ അലഞ്ഞിട്ടില്ലേ? മക്കളെ വിവാഹം നടത്തി കൊടുക്കാൻ നീ വല്ലാതെ അലഞ്ഞിട്ടില്ലേ? ഒരു ജോലിക്ക് വേണ്ടി, ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു ബിസിനസ് വിജയിക്കാൻ വേണ്ടി ഒക്കെ നീ ഒത്തിരി അലഞ്ഞിട്ടില്ലേ? ഉണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി ഒത്തിരി അലഞ്ഞിട്ടില്ലേ? മക്കൾക്ക് വേണ്ടി ഒത്തിരി അലഞ്ഞിട്ടില്ലേ? അതിനെ പറഞ്ഞു കേട്ടെ, നിന്റെ അലച്ചിലുകള് അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. ആരും ചെയ്യലത്. നമ്മുടെയൊക്കെ വല്ലാത്ത ഭാരവും സങ്കടം എന്താ? അച്ഛാ, എൻ്റെ അലച്ചിലുകളും എൻ്റെ വേദനയും എൻ്റെ കഷ്ടപ്പാടൊന്നും കാണാൻ ആരും ഇല്ലെന്നേ. ആരും എൻ്റെ വേദനകളൊന്നും മനസ്സിലാക്കുന്നില്ലെന്നേ. ആരും എൻ്റെ സങ്കടങ്ങളൊന്നും ഗൗനിക്കുന്നില്ലെന്നേ. ഇതല്ലേ നമ്മുടെ സങ്കടം, ഇതല്ലേ നമ്മുടെ വേദന, ഇതല്ലേ നമ്മുടെ ഭാരം. സങ്കീർത്തകനിലൂടെ ഈ ഭാരം ഇറക്കി വയ്ക്കാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. സങ്കീർത്തകൻ പറയുക, എൻ്റെ അലച്ചിലുകൾ എനിക്കറിയാം, എൻ്റെ അലച്ചിലുകൾ അവിടെ എണ്ണിയിട്ടുണ്ടെന്ന്. എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, മോളെ മോനെ, നിന്നെക്കുറിച്ച്, നിന്റെ സങ്കടങ്ങളെക്കുറിച്ച്, നിന്റെ കണ്ണുനീരിനെ കുറിച്ച് കർത്താവിന് വിചാരമുണ്ടെന്ന്. പോരെ, നീ കരയുമ്പോൾ കർത്താവ് നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന്. അതുകൊണ്ടല്ലേ നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും അവൻ എണ്ണിയത്. നീ കരഞ്ഞപ്പോൾ, നീ വേദനിച്ചപ്പോൾ, നീ സങ്കടപ്പെട്ടപ്പോൾ, നീ നൊമ്പരപ്പെട്ടപ്പോൾ, നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവൻ എങ്ങനെ നിന്റെ കണ്ണുനീര് കാണാൻ പറ്റും? നീ കരയുമ്പോൾ അവൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ.
നീ നിലവിളിച്ചപ്പോ, നീ സങ്കടപ്പെട്ടപ്പോ, നീ മനം നൊന്ന് നീറിയപ്പോ അവൻ നിന്റെ കൂടെയുണ്ടായിരുന്നത് കൊണ്ടല്ലേ നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും അവൻ കണ്ടതും അവൻ കുപ്പിയിൽ ശേഖരിച്ചതും. മോളെ, മോനെ, നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുള്ളൊരു കർത്താവുണ്ട്. അതൊക്കെ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടെന്നേ, എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്നേ. കർത്താവൊന്നും മറക്കില്ല. തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി നീ നിലവിളിച്ചത് തമ്പുരാൻ മറന്നിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ ചങ്കുപൊട്ടി കരഞ്ഞത് കർത്താവ് മറന്നിട്ടില്ല. നിന്റെ ജീവിതത്തിനും നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കൊക്കെ വേണ്ടി കണ്ണുനീരോടെ രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ചതൊന്നും കർത്താവ് മറന്നിട്ടില്ല. അതെല്ലാം അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ട്. നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും അവന്റെ ഗ്രന്ഥത്തിലുണ്ടെന്ന്. ഈശോയെ, 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 ഈ മക്കളെ നീ കാണണമേ. ഈശോയെ, ഇവിടെ സങ്കടങ്ങളെ നീ കാണണമേ. കർത്താവേ, ഇവിടെ ഹൃദയം വിങ്ങുന്ന അനുഭവങ്ങളെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മനോവേദനകളെ നീ ഏറ്റെടുക്കണമേ. പലവിധ വിഷയങ്ങളുടെ നടുവിൽ വിഭജിക്കപ്പെട്ട് കിടക്കുന്ന മക്കളാണ്. മുറിഞ്ഞു കിടക്കുന്ന ജീവിതങ്ങളാണ്. സങ്കടത്തിലും നിരാശയിലും വേദനയിലും കണ്ണുനീരിലൊക്കെയായി ഓരോ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന മക്കളാണ്. തമ്പുരാനെ, നീ തൊടണമേ. ഈശോയെ, നീ സ്പർശിക്കണമേ. കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തുറന്ന് യാചനാപൂർവം പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, മോളെ, നിന്റെ കണ്ണുനീര് കർത്താവിൻ്റെ മുമ്പിൽ പൊഴിക്ക്. നിന്റെ വേദനകൾ കർത്താവിൻ്റെ മുമ്പിൽ നീ ഇറക്കി വെച്ച് പ്രാർത്ഥിക്ക്. നിന്റെ ഈ അലച്ചിലകൾ നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ. നിന്റെ അലച്ചിലകൾ എണ്ണുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ ശേഖരിക്കുന്നൊരു കർത്താവ് ഇതാ നിന്റെ കൂടെയുണ്ട്. ആ കർത്താവ് കൂടെയുള്ളപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കരയ്. കർത്താവ് കൂടെയുള്ളപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് നിന്റെ ചങ്കുകൾ, നിന്റെ ഹൃദയമൊക്കെ പൊട്ടുമാറ് നീ കരഞ്ഞു പ്രാർത്ഥിക്ക്. എൻ്റെ യേശുവേ, ഈശോയെ, മനം നീറുന്ന ഹൃദയവുമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന മക്കള്, ഹൃദയം വിങ്ങുന്ന അനുഭവത്തിലൂടെ ഈശോയെ നിന്നെ വിളിക്കുന്ന മക്കള്, കർത്താവെ തൊടണമേ. ഈശോയെ തൊടണമേ. കർത്താവെ സ്പർശിക്കണമേ. ഇവരെ കുടുംബങ്ങളെല്ലാം സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഴിനനയും നേരം കരളുരുകും. തളരരുതേ കുഞ്ഞേ, പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം എന്നു ഇനിയും ചോദിച്ചു തളരരുതേ. മിഴിനനയും നേരം കരളുരുകും കാലം. തളരരുതേ കുഞ്ഞേ, പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം എന്നു ഇനിയും ചോദിച്ചു തകരരുതേ. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. മോളെ, മോനെ, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരവും വേദന എല്ലാം ഇറക്കി വെക്കേണ്ട സമയമാണത്. നിനക്ക് സമാധാനം വേണ്ടേ? നിനക്ക് സ്വസ്ഥത വേണ്ടേ? നീ ഇപ്പോൾ ചങ്കി കൊണ്ടു നടക്കുന്ന ഈ വിഷയങ്ങൾ ഇത് ചങ്കിൽ തന്നെ തുടരാൻ അനുവദിച്ചാൽ നിനക്ക് സ്വസ്ഥതയുണ്ടാകോ? നീ ഇപ്പോൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വല്ലാതെ നിന്നെ ഭാരപ്പെടുത്തുന്ന ഈ വിഷയങ്ങൾ അത് നിന്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ നീ അനുവദിച്ചാൽ നിനക്ക് സ്വസ്ഥതയുണ്ടാകോ? സമാധാനം ഉണ്ടാകോ? ശരിക്കൊന്ന് ചിരിച്ചിട്ട് സന്തോഷത്തോടെ ഒന്ന് വ്യാപരിച്ചിട്ട് എത്രയോ നാളുകളായി. ഹൃദയം തുറന്നൊന്ന് ആനന്ദിച്ചിട്ട് എത്രയോ മാസങ്ങളും വർഷങ്ങളുമായി. മോളെ, മോനെ, നിന്റെ കണ്ണുനീരൊപ്പാൻ നിന്റെ മിഴി നിറയുമ്പോൾ ആ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കാൻ ഇതാ നിന്റെ കർത്താവുണ്ട്. ഇത് വിശ്വസിക്കുക, ഇത് വിശ്വസിക്കുക. മോളെ, മോനെ, നീ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കല്ല. നീ കരയുമ്പോഴും അവൻ നിന്റെ കൂടെയുണ്ട്. അവൻ നിന്റെ കൂടെ കരയുന്നുണ്ട്. അങ്ങനൊരു സ്നേഹമുള്ള ഈശോ നിന്റെ കൂടെയുണ്ട്.
ഈശോയെ ആരാധന ആരാധന. ഒരു മുളം തണ്ടാ നിന്നെ ചോദിച്ച് ഒരുപാട് മുറിവുകളേകി ഞാൻ. ഈശോയെ നോവുകൾ ഒടുവിൽ നാദങ്ങളാകാൻ നീയൊരു പുല്ലാങ്കുഴലാകാൻ. ആമേൻ. ചേറിലും ചെന്താമരയില്ലേ, രാവുകൾക്കൊടുവിൽ പകലില്ലേ. ചേറിലും ചെന്താമരയില്ലേ, രാവുകൾക്കൊടുവിൽ പകലില്ലേ. മിഴി നനയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞെ പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം എന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. ഈശോ കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അതല്ല ഇരുന്ന് നിന്നൊക്കെ പ്രാർത്ഥിക്കാൻ തോന്നുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ. മോളെ കരങ്ങൾ ഇങ്ങനെ തുറന്ന് യാചനാപൂർവം പിടിക്കുമ്പോൾ ഇന്നോളം നിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ വേദനകളുണ്ടല്ലോ, നിൻ്റെ ചെറുപ്പം മുതൽ ഇന്നോളം നിൻ്റെ മനസ്സിനേറ്റ മുറിവുകളുണ്ടല്ലോ, മുറിപ്പാടുകളുണ്ടല്ലോ. നീ എത്ര ശ്രമിച്ചിട്ടും നിൻ്റെ ഉള്ളിൽ നിന്നും എടുത്തു കളയാൻ പറ്റണില്ല. നീ എത്ര പരിശ്രമിച്ചിട്ടും നിൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് പോണില്ല. അതുകൊണ്ടെന്താ, നിനക്ക് ചിലരോട് ക്ഷമിക്കാൻ പറ്റണില്ല. ചിലരെ നിന്റെ സ്നേഹത്തിൽ നിന്നും സ്നേഹവലയത്തിൽ നീ മാറ്റി നിർത്തിയിരിക്കുക പറ്റണില്ല. കാരണം ഈ മുറിവുകളെല്ലാം മനസ്സിൽ കിടക്കുക. ഇന്നലകളുടെ ഓർമ്മകൾ സമ്മാനിച്ച വേദനകളും നൊമ്പരങ്ങളും മുറിവുകളൊക്കെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കിടക്കുക. അതുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലല്ലോ, നിനക്ക് സ്നേഹിക്കാൻ പറ്റണില്ലല്ലോ, നിനക്ക് ക്ഷമിക്കാൻ പറ്റണില്ലല്ലോ. എന്തിനാ നിനക്ക് വിശുദ്ധ ജീവിതം പോലും അസാധ്യമായിട്ട് മാറിയില്ലേ? മോളെ, നിന്റെ സങ്കടങ്ങളും നിന്റെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളും കർത്താവിന് കൊടുത്തേ. കുഞ്ഞുനാളിൽ ഒത്തിരി മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. അപ്പം നിന്നെ സ്നേഹിച്ചിട്ടുണ്ടാകണമെന്നില്ല, നിന്റെ അമ്മ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ നിന്റെ അപ്പനും അമ്മയും നിന്നേക്കാളുപരി നിന്റെ കൂടപ്പിറപ്പിനെ സ്നേഹിച്ചതിൻ്റെ വല്ലാത്ത സങ്കടവും ഭാരവും രക്ഷ നിന്റെ ഉള്ളിലുണ്ടാകാം. വളർന്നു വന്ന കാലഘട്ടങ്ങളിൽ നീ ഒത്തിരി താരതമ്യം ചെയ്തിട്ടുണ്ട്. നിന്റെ മാതാപിതാക്കളെ പോലും നീ താരതമ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ മാതാപിതാക്കൾക്ക് എത്രയോ സ്നേഹമുണ്ട് അവരോട്. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. കുടുംബത്തിലെപ്പോഴും കലഹമാണല്ലോ, കുടുംബത്തിലെപ്പോഴും പ്രശ്നമാണല്ലോ, ഒത്തിരിയേറെ സാമ്പത്തിക ബാധ്യതയും കഷ്ടപ്പാടും കണ്ണുനീരുമാണല്ലോ. കർത്താവേ, എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അനുഭവിച്ചത്. നല്ലൊരു ഭവനമില്ലാത്തതിൻ്റെ ഭാരവും വേദനയും കുഞ്ഞുനാൾ മുതൽ എന്നെ അലട്ടുന്നുണ്ട്. ഈശോയെ, എൻ്റെ പപ്പയ്ക്ക് നല്ലൊരു ജോലിയില്ലാത്തതിൻ്റെ, മമ്മിക്ക് നല്ലൊരു ജോലിയില്ലാത്തതിൻ്റെ ഒക്കെ സങ്കടവും എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ ചെറുപ്പം, എൻ്റെ യൗവനത്തിലൊക്കെ ഒത്തിരി സങ്കടങ്ങൾ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്ന്, സ്കൂളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന് ഒക്കെ ഒത്തിരി സങ്കടങ്ങളും വേദനകളും ഉണ്ടായിട്ടുണ്ട്. ഒന്നിനും കൊള്ളരുതാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൾ എന്നൊക്കെ പലരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ പോലും പറഞ്ഞിട്ടുണ്ട്, എടി നീ ഗുണം പിടിക്കല്ലടി, നീ നന്നാകില്ലടി, നീ രക്ഷപ്പെടാൻ പോകുന്നില്ലടാ എന്നൊക്കെ പലാവർത്തി എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബാംഗങ്ങൾ പോലും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഇന്നും എൻ്റെ ജീവിതം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒത്തിരി സങ്കടങ്ങളുടെയും ഒത്തിരി മുറിവുകളുടെയും ഒത്തിരി വേദനകളുടെയും ഒരു കൂമ്പാരമായി ഈശോയെ എൻ്റെ ജീവിതം മാറി. ഈശോയെ, നീ എന്നെ സുഖപ്പെടുത്താൻ പറ. കർത്താവിൻ്റെ ഓർമ്മകൾക്ക് സൗഖ്യം തരാൻ പറ. കർത്താവ് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരവസ്ഥയാണ് എൻ്റെ ജീവിതം. കർത്താവെന്ന് ആരോടൊന്നും പറയാൻ പോകുകയല്ല, ആരോടൊന്നും സംസാരിക്കാൻ പോലും. ഒത്തിരി സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അടച്ചിട്ട മുറികളിൽ ഒതുങ്ങിക്കൂടാനാണ് എനിക്കിപ്പോൾ താല്പര്യം.
എൻ്റെ വേദനകൾ എൻ്റെ വേദനകളായിട്ട് തന്നെ അവസാനിക്കട്ടെ, എൻ്റെ സങ്കടങ്ങളായിട്ട് തന്നെ തീരട്ടെ എന്ന ഈശോയെ പലപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, എൻ്റെ മനസ്സിനേറ്റ എല്ലാ മുറിവുകൾക്കും നീ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ തിരുമുറിവിൽ നൊഴുകിയിറങ്ങിയ തിരിച്ചോരയാൽ കർത്താവേ നീ എനിക്ക് സൗഖ്യം തരാൻ പറ, എനിക്ക് സൗഖ്യം തരാൻ പറ. ഈശോയോട് പറ, ഈശോയിൽ സൗഖ്യമുണ്ട് മോളെ, ഈശോയിൽ സൗഖ്യമുണ്ട്. നിന്റെ എല്ലാ ഓർമ്മകൾക്ക് സൗഖ്യം തരാൻ, നിന്റെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിനക്ക് സൗഖ്യം തരാൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ ഈശോയ്ക്ക് പറ്റും. ഈശോ ഇതാ അൽത്താരയിൽ നിന്റെ കൂടെയുണ്ടല്ലോ, നിന്റെ ചാരയുണ്ടല്ലോ. ഈശോയോട് പറഞ്ഞേ, ഈശോ എനിക്ക് സൗഖ്യം വേണം. എൻ്റെ ഇന്നിൻ്റെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾക്ക് എനിക്ക് സൗഖ്യം വേണം. എൻ്റെ ഇന്നിൻ്റെ നൊമ്പരങ്ങളുടെ കാരണങ്ങൾക്ക് എനിക്ക് സൗഖ്യം വേണം. എൻ്റെ ഹൃദയത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ഈ വിഷയങ്ങൾക്ക് കർത്താവേ എനിക്ക് സൗഖ്യം വേണം. ഈശോയോട് പറ. ഒരിക്കൽ കൂടി കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട്, എൻ്റെ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. സൂര്യഗോളത്തിൻ പ്രഭയിൽ നിൽക്കുമ്പോൾ കരയുമോ കൈത്തിരിയണയുകിൽ? കാനാൻ ദേശം നിന്നുള്ളിലുള്ളപ്പോൾ മരുഭൂവിൻ യാത്രയിൽ തളരാമോ? അഴിയാതെ വിത്തിൽ കതിരുണ്ടോ? കൊത്താതെ കല്ലിൽ ശില്പവും. അഴിയാതെ വിത്തിൽ കതിരുണ്ടോ? കൊത്താതെ കല്ലിൽ ശില്പവും. കാണുമോ എൻ്റെ ഹൃത്തടം? നുകരുമോ എൻ്റെ സ്നേഹവും? കാണുമോ എൻ്റെ ഹൃത്തടം? നുകരുമോ എൻ്റെ സ്നേഹവും? മിഴിനനയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞെ, പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം എന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. കാണുമോ എൻ്റെ ഹൃത്തടം? നുകരുമോ എൻ്റെ സ്നേഹവും? കാണുമോ എൻ്റെ ഹൃത്തടം? എൻ്റെ കർത്താവേ, നുകരുമോ എൻ്റെ സ്നേഹവും? കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് എല്ലാ മക്കളും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളെല്ലാം ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. തമ്പുരാൻ്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ, കർത്താവിൻ്റെ കാരുണ്യത്തിൽ വീണ്ടെടുക്കപ്പെടാൻ ആഗ്രഹിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, മക്കളോട് കരുണ കാണിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ അയോഗ്യരാണ്. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനേറ്റ പല മുറിവുകളും ഞങ്ങളുടെ സ്വഭാവത്തിൽ പോലും വൈകല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ സ്നേഹിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ അറിയില്ല, പറ്റണില്ല. പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട്, പിടിവാശ സ്വഭാവങ്ങളുണ്ട്. ആരെയും ഉൾക്കൊള്ളാൻ പറ്റണില്ല, ആരെ അംഗീകരിക്കാൻ പറ്റണില്ല, ആരുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റണില്ല. കർത്താവെ, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ദൈവത്തെ വിളിക്കാൻ പറ്റണില്ല, ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ല, പ്രാർത്ഥനയിൽ ഏകാഗ്രതയില്ല. കർത്താവെ, അങ്ങനെ പല മേഖലകളിൽ ഈശോയെ പല മേഖലകളിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട്. കർത്താവെ, നിൻ്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ പറ. ഈശോയെ, നിൻ്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ പറ. കർത്താവേ, നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു.
ഒട്ടുമേലായിരുന്നു കരങ്ങൾ രണ്ടും മാറോട് തന്നെ ചേർന്നിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണാം. ഈശോ മക്കളെ നമ്മൾ ആശീർവദിക്കാൻ പോവാ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ആശീർവാദമാണ് നീ ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിനും നിന്റെ കുടുംബത്തിനും ഏറ്റവും ആവശ്യമായതാണ് നീ ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത്. എന്താ? ജീവിക്കുന്ന കർത്താവിൻ്റെ ആശീർവാദം. ഇതിനേക്കാൾ വലുതൊന്നും ഈ ലോകത്തിൽ നിനക്ക് സ്വീകരിക്കാനില്ല. ഇതിനേക്കാൾ വലുതൊന്നും ഈ ലോകത്തിൽ നിനക്ക് സ്വന്തമാക്കാനില്ല. ജീവിക്കുന്ന കർത്താവ് നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെല്ലാം ആശീർവദിക്കാൻ പോകും. ആ വിശ്വാസത്തോടെ, ആ സ്നേഹത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഏതെല്ലാം മേഖലകളാണ് മക്കളെ കർത്താവ് തൊടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏതെല്ലാം വിഷയങ്ങളാണ് വല്ലാത്ത സങ്കടങ്ങൾ മാത്രം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്? ആരുടെയൊക്കെ വാക്കുകളും പ്രവൃത്തികളാണ് വല്ലാതെ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലച്ചതും അസ്വസ്ഥപ്പെടുത്തിയതും? ആരുടെയൊക്കെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് അരോചകമായിട്ട് ഇന്നും മാറിയിരിക്കുന്നത്? ആരുടെയൊക്കെ ജീവിതത്തിൻ്റെ ശൈലികളാണ് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നത്, സംഘർഷത്തിലാഴ്ത്തുന്നത്? ആ അവസ്ഥകളെയും ആ വ്യക്തികളെയും കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് എടുത്തുയർത്തിയിട്ട് പറ, കർത്താവേ ഇവരെ നീ സ്പർശിക്കണമേ, ഈശോയെ ഇവരെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണ് തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, പരിശുദ്ധ പരമമാം ദിവ്യ